ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ നിങ്ങളോട് ഉണ്ടായിരുന്ന ഒരു ആറ്റിറ്റ്യൂഡും കറൻലി അവർക്ക് നിങ്ങളെക്കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാടും എന്താണെന്നുള്ളതാണ് നമ്മളിവിടെ നോക്കുന്നത്. അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പം മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ഇവിടെ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസായി മാത്രം എടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ വിട്ട് കളഞ്ഞേക്കുക. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് ആദ്യമേ തന്നെ നിങ്ങളുടെ വ്യക്തിക്ക് റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് നിങ്ങളെക്കുറിച്ചുണ്ടായിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് എന്താണ് എന്നുള്ളത് നോക്കാം. ഓക്കെ, മൂൺ എനർജി, 2 of swords, 3 of wands, star, temperance, 2 of cups, 5 of cups, fool energy, 10 of pentacles, wheel, ace of cups. ഓക്കെ, അപ്പോൾ നമുക്കിതൊന്ന് അറേഞ്ച് ചെയ്തിട്ട് വരാം. അപ്പോൾ നമ്മൾ ഈ ഒരു സ്പ്രെഡിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് പെട്ടെന്നൊരു ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് എന്നൊക്കെ പറയുന്നത് പോലെ സ്റ്റാർട്ട് ചെയ്തൊരു ബന്ധമായിരിക്കില്ല. കുറച്ച് നിങ്ങൾ തമ്മിൽ ഒരു ഇടപഴകൽ കാര്യങ്ങളൊക്കെ ഉണ്ടായ ശേഷം ഒരു ഡീപ്പ് ബോണ്ടിങ്ങിലേക്ക് വന്നിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കും. മേ ബി നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണോ വളരെ ഒരു ക്രൂഷ്യലായിട്ടുള്ള സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരുപാട് മാനസിക ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയം, ചിലപ്പോൾ മറ്റൊരു ടോക്സിക് റിലേഷൻഷിപ്പിൽ പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയിലൊക്കെ ആയിരിക്കാം ഈ ഒരു ബന്ധം സ്റ്റാർട്ട് ചെയ്തത്. അത് ചിലപ്പോൾ നിങ്ങൾക്കായിരിക്കാം, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ ആയിരിക്കാം. വളരെ ക്രൂഷ്യലായിട്ടുള്ള അല്ലെങ്കിൽ ഒരുപാട് വിഷമകരമായിട്ടുള്ള സാഹചര്യം, അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലൂടെ മുന്നോട്ട് പോകുമ്പോൾ ഒരു സപ്പോർട്ടായിട്ട് വന്ന് നിന്നിട്ടുള്ളൊരു റിലേഷൻഷിപ്പ് ആയിരിക്കും. ചിലപ്പോൾ ഇനിഷ്യലി നിങ്ങൾക്ക് രണ്ടുപേർക്കും സംശയം തോന്നിയേക്കാം, ഈ ഒരു റിലേഷൻഷിപ്പ് വർക്കാവോ, അല്ലാന്നുണ്ടെങ്കിൽ ഇതിനകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ടോ, അങ്ങനെയുള്ള ഒരു തോന്നലോ കാര്യങ്ങളോ ഉണ്ടായേക്കാം. ഈ ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവർ തന്നെ ആയിരിക്കണം നിങ്ങളോട് അവരുടെ ഒരു സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടാകുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ ഒരു ആദ്യമേ തന്നെ ഒരു ആക്ഷൻ എടുത്തിട്ടുള്ളത് നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കാം ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യുമോ, അല്ലെങ്കിൽ അവർ വെക്കുന്ന ഓഫർ സ്വീകരിക്കുമോ, അവരുടെ കമ്മിറ്റ്മെൻറ്റ് നിങ്ങൾ സ്വീകരിക്കുമോ എന്നുള്ളൊരു ഡൗട്ട് ചിലപ്പോൾ അവർക്ക് ഉണ്ടായിരുന്നിരിക്കാം. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും നമ്മൾ ചില കാര്യങ്ങൾ പതിയെ പതിയെ അതൊരു ഡീപ്പായിട്ട് സ്പ്രെഡ് ചെയ്യാന്ന് പറയുന്നത് പോലെയുള്ള ഒരു എനർജിയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. തീർച്ചയായിട്ടും ചിലപ്പോൾ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിൽ ഭയങ്കരമായിട്ടുള്ളൊരു ബോണ്ട് വരാനുള്ളൊരു കാര്യം, നമ്മളൊരു വീക്കർ സിറ്റുവേഷനിൽ ഇരിക്കുമ്പോൾ ആരാണോ നമുക്ക് ഒരു കൈ തരുന്നത്, അല്ലെങ്കിൽ നമുക്കൊരു സപ്പോർട്ട് തരുന്നത്, ചിലപ്പോൾ നമ്മളുടെ കൂടെ അതുവരെ ഉണ്ടായിരുന്ന പലവരും നമ്മൾ ഉപേക്ഷിച്ച് പോയിട്ടുണ്ടാവും. അപ്പം അങ്ങനെ നമുക്കൊരു ഹെൽപ്പിംഗ് ഹാൻഡ്സ് എന്ന് പറയുന്ന രീതിയിൽ നമ്മുടെ ലൈഫിൽ ഒരാൾ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അവരെ ഒരിക്കലും മറക്കാൻ പറ്റില്ല. അപ്പോൾ അതുപോലെയുള്ള ഒരു സംഗതി നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സണെ സംബന്ധിച്ച് പറയുമ്പോൾ അവർക്ക് അത്രയേറെ ഒരു സ്നേഹം, അല്ലാന്നുണ്ടെങ്കിൽ ഒരു കയ്യെത്തിപ്പിടിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു കണക്ഷൻ ആയിട്ടാണ് അവർ കാണുന്നത്. സംതിങ് പ്രിഷ്യസ് നമ്മൾ പറയുന്നത് പോലെ ഈ ഒരു പേഴ്സൺ നിങ്ങളെയും നിങ്ങളുടെ റിലേഷൻഷിപ്പിനെയും കണ്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അവരായിട്ട് ഇതിനകത്ത് കൂടുതൽ ഒരു ആക്ഷൻ എടുത്തിട്ടുള്ളത്. നമുക്കിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ ഇമോഷൻസും നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. അവർക്ക് നിങ്ങളോട് ഫിസിക്കലി, മെൻ്റലി, ഇമോഷണലി ഒക്കെ താല്പര്യമുള്ള ഒരു വ്യക്തിയായിരുന്നു. അല്ലാന്നുണ്ടെങ്കിൽ എല്ലാ തരത്തിലും നിങ്ങൾ ഈ ഒരു പേഴ്സൺ സ്നേഹിച്ചിരുന്നു എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമാണ്. ഇവിടെ നമ്മൾ കാണുന്നത് പോലെ തന്നെ ആ ഒരു സോൾമേറ്റ് എനർജിയാണ്. എന്തൊക്കെയോ ഒരു ആത്മബന്ധമുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളെന്ന് തന്നെയാണ് ഈ ഒരു പേഴ്സൺ കരുതിയിട്ടുള്ളത്. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ വേറെ റിലേഷൻഷിപ്പ് ഇതിന് മുൻപുണ്ടായിരുന്നൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിലും ഇനി ഇല്ലയെന്നുണ്ടെങ്കിലും ഒക്കെ നിങ്ങളെപ്പോലെ മറ്റാരെയും സ്നേഹിക്കാനായിട്ട് ഈ ഒരു പേഴ്സണ് കഴിഞ്ഞിട്ടുണ്ടാവണമെന്നില്ല. ഇവിടെ നമുക്ക് കാണാം ആ ഒരു സ്നേഹത്തിൻ്റെ ഒരു ഓവർ ഫ്ലോയിങ് എനർജിയാണ്. അത്രയധികം സ്നേഹം ഈ ഒരു പേഴ്സൺ നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് ഈ പറഞ്ഞ കാര്യങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു തേർഡ് പാർട്ടി, ചിലപ്പോൾ നിങ്ങളൊരു
ടോക്സിക് റിലേഷൻഷിപ്പിൽ വിഷമം അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോഴോ അല്ലെങ്കിൽ അതിൽ നിന്ന് പുറത്ത് കടക്കാൻ ശ്രമിക്കുമ്പോഴൊക്കെ ആയിരിക്കാം ഈ ഒരു പേഴ്സൺ വന്ന് നിങ്ങളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവുന്നത്, അല്ലെങ്കിൽ ഒരു സപ്പോർട്ടായിട്ട് നിന്നിട്ടുണ്ടാവുന്നത്. ചിലരെ സംബന്ധിച്ച് ഒരു സുഹൃത്തായിരിക്കാം പിന്നീട് ഒരു ഡീപ്പർ റിലേഷൻഷിപ്പിലേക്ക് പോയിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും പരസ്പരം മനസ്സിലാക്കിയ രണ്ട് വ്യക്തികളാണ്, റിലേഷൻഷിപ്പ് ബാലൻസിൽ കൊണ്ടുപോകാൻ ശ്രമിച്ചിട്ടുള്ള വ്യക്തികളായിട്ട് നമുക്ക് കാണാം. ഒരു പക്ഷേ ചിലപ്പോൾ നിങ്ങളായിരിക്കാം, കുറച്ച് ഫേമസ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ ആ ഒരു പേഴ്സൺ ആയിരിക്കാം. അത് എല്ലാവർക്കും ഉണ്ടാവണം നിർബന്ധമില്ല. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും എന്ന് പറയാൻ സാധിക്കുകയുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഒരു സ്റ്റാർ ഇമേജ് അല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് വ്യക്തികളിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തി, ഒരുപാട് പേർക്ക് ഒരു മാതൃകയായിട്ട് നിൽക്കേണ്ടുന്ന ഒരു വ്യക്തിയൊക്കെ ആയിട്ട് ഇരിക്കാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ തന്നെ ഡൗട്ടായിരുന്നിരിക്കാം. അവരുടെ ഒരു ഓഫർ അല്ലെങ്കിൽ അവരുടെ ഒരു സ്നേഹം നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുമോ എന്ന് പോലും സംശയിച്ചായിരിക്കാം ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് വന്നത്. അല്ലെങ്കിൽ അവരങ്ങനെയുള്ളൊരു താല്പര്യം മുൻകൈ എടുക്കുമ്പോൾ നിങ്ങളത് അനുകൂലിക്കുമോ എന്ന് പോലും ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ പേടിച്ച് പേടിച്ചായിരിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ടാവുന്നത്. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ നോക്കുമ്പോൾ അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു എനർജി അല്ലെങ്കിൽ ആ ഒരു വൈബ് ഈ ഒരു പേഴ്സണ് നിങ്ങളോട് ഉണ്ടായതായിട്ട് തന്നെ നമുക്ക് കാണാം. അപ്പോൾ നിങ്ങൾ ആ ഒരു വ്യക്തിയുടെ ലൈഫിലേക്ക് കടന്നു വന്നത് അവരുടെ ഒരു ഭാഗ്യമാണ് എന്ന് കണ്ട ഒരു വ്യക്തിയുടെ എനർജിയാണ്. അല്ലെങ്കിൽ അതുപോലെയുള്ള ഒരു റിലേഷൻഷിപ്പാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കൂടുതലായിട്ടും ആ ഒരു വ്യക്തിയായിരിക്കാം ഇതിനകത്ത് എനർജി ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവുന്നത്. ഇനിഷ്യലിയൊക്കെ നിങ്ങളെക്കാൾ ഉപരിയായിട്ട് ഈ ഒരു പേഴ്സൺ ആയിരിക്കാം കൂടുതലൊരു ഫോക്കസ് അവിടെ കൊടുത്തിട്ടുള്ളത്. ചിലപ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും പ്രതിബന്ധങ്ങളോ തടസ്സങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും വളരെ ധൈര്യസമേതം അതൊക്കെ തട്ടിമാറ്റി ഈ ഒരു പേഴ്സൺ ഇറങ്ങി ചെന്നിട്ടുണ്ടാവാം. ഇപ്പോൾ ഇതിനകത്തൊരു തേർഡ് പാർട്ടിയൊക്കെ കാലക്രമേണ വരുമെന്ന് നിങ്ങൾക്ക് രണ്ടുപേർക്കും അറിയാമെങ്കിൽ പോലും അതൊന്നും കുഴപ്പമില്ല, ഞാനിതൊക്കെ ഓവർകം ചെയ്യും, അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പിനകത്ത് എന്ത് പ്രശ്നം വന്നു കഴിഞ്ഞാലും ഞാനത് തരണം ചെയ്യുന്നുള്ള അത്രയും ധീരമായിട്ട് ഒരു ആക്ഷൻ എടുത്ത ഒരു പേഴ്സൺ ആയിരിക്കാം ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത്. നമ്മളിവിടെ നേരത്തെയൊക്കെ പറഞ്ഞതുപോലെ തന്നെ അവരുടെ ഒരു ഗുഡ് ലക്കാണ്, അവരുടെ ഒരു ഭാഗ്യമാണ് നിങ്ങൾ എന്ന് ഈ ഒരു പേഴ്സൺ കണ്ടിട്ടുണ്ടാവണം. അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ലൈഫിൽ ഒരു ടേണിംഗ് പോയിന്റ് ആയിട്ട് മാറിയ ഒരു ബന്ധമായിരിക്കും. അതായത് നിങ്ങൾ വന്നതോടുകൂടി ഒരുപാട് മാറ്റം ഈ ഒരു പേഴ്സൻ്റെ ലൈഫിൽ വന്നിട്ടുണ്ടാവാം. ചിലപ്പോൾ നിങ്ങൾക്കും ഈ പറഞ്ഞതുപോലെയുള്ള കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടാവാം. മാത്രമല്ല ചിലവരെ സംബന്ധിച്ച് പറയുമ്പോൾ ഇതൊരു മാരേജിലേക്ക് പോയൊരു ബന്ധമായിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ അത്രയും ഒരു സ്ട്രോങ് കമ്മിറ്റ്മെന്റ്, ഒരു കുടുംബം, കുട്ടികളായിട്ടൊക്കെ മുന്നോട്ട് പോകാൻ ആഗ്രഹിച്ച വ്യക്തികളായിരിക്കാം. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇനിഷ്യലി ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് അവരുടെ ഒരു സ്വപ്നമാണ്, അല്ലെങ്കിൽ ഒരു സ്വർഗമാണെന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ വേണമെങ്കിൽ നമുക്ക് ഓവറോൾ ആയിട്ട് പറയാൻ സാധിക്കും. കാരണം അത്രയേറെ ഒരു ആക്ഷൻ, ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ ഈ ഒരു പേഴ്സൺ എടുത്തതായിട്ട് കാണാം. ചിലപ്പോൾ ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു മറുപടി കിട്ടാൻ ആ ഒരു പേഴ്സൺ ചിലപ്പോൾ ഒരുപാട് ടെൻഷൻ അടിച്ചിട്ടുണ്ടാവും. അവർ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് നിങ്ങൾ വരുമോ എന്ന് വിചാരിച്ച് ഒരുപാട് കാത്തിരുന്ന ഒരു വ്യക്തിയായിരിക്കും. ചിലപ്പോൾ നിങ്ങൾ വളരെ ലേറ്റ് ആയിട്ടായിരിക്കും റിപ്ലൈ കൊടുത്തത്. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ആ ഒരു എനർജി നമുക്ക് കാണാം. ചിലരെ സംബന്ധിച്ച് ഇതൊരു ലോങ് ഡിസ്റ്റൻസ് കണക്ഷൻ ആയിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഒരു സോഷ്യൽ മീഡിയ കണക്ഷൻ പോലെയൊക്കെ വരാനുള്ള ചാൻസസും വളരെയധികം കൂടുതലാണ്. ചിലപ്പോൾ ആ ഒരു ടൈമിലൊക്കെ നിങ്ങൾ ഈ ഒരു പേഴ്സണുമായിട്ട് ഒന്ന് മിണ്ടാതിരിക്കുകയോ അല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് വഴക്കിട്ട് മാറി നിൽക്കുന്ന അവസ്ഥയോ അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവർക്ക് ചിലപ്പോൾ അതൊട്ടും സഹിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു സെപ്പറേഷൻ, ചെറിയൊരു സെപ്പറേഷൻ പോലും ഇവരെ വേദനിപ്പിക്കുന്ന ഒരു ടൈം പീരീഡ് ആയിരിക്കാം. അപ്പോൾ നിങ്ങൾ അറിഞ്ഞുകൊണ്ടല്ലാന്നുണ്ടെങ്കിൽ പോലും ഏതെങ്കിലും രീതിയിൽ ഈ ഒരു പേഴ്സണെ കോൺടാക്ട് ചെയ്യാൻ സാധിക്കുന്നില്ല, അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഗ്യാപ്പ് ഇടുന്നു, ചെറിയ വഴക്കുകൾ ഉണ്ടാകുന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾ പോലും ഈ ഒരു വ്യക്തി അത്രയും വലിയൊരു നഷ്ടബോധത്തിലേക്ക് ചിലപ്പോൾ കൊണ്ടുപോയിട്ടുണ്ടാവാം. അപ്പം എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഇവിടെ വന്നിരിക്കുന്ന ഒരു എനർജി പ്രകാരം നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും റിലേഷൻഷിപ്പിൻ്റെ ഇനിഷ്യൽ സ്റ്റേജിൽ ഈ ഒരു പേഴ്സൺ നിങ്ങളെ സ്വന്തമാക്കിയതാണ് എന്ന് വേണമെങ്കിൽ പറയാം. അത്രയും ഒരു റിസ്ക് എടുത്ത് അല്ലാന്നുണ്ടെങ്കിൽ അത്രയേറെ ഒരു ആക്ഷൻ എടുത്ത് ഈ ഒരു പേഴ്സൺ നിങ്ങളെ സ്വന്തമാക്കിയിട്ടുള്ള ഒരു വ്യക്തിയാണ്. നിങ്ങളെ സ്വന്തമാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയോ കാര്യങ്ങൾ അച്ചീവ് ചെയ്ത പോലെ ഈ ഒരു പേഴ്സൺ കണ്ടിട്ടുണ്ടാവും. നമുക്ക് ഇവിടുത്തെ ആ ഒരു മേജർ ആർക്കാന കാർഡ്സ് നോക്കുമ്പോൾ തന്നെ അറിയാം. സ്റ്റാർ എനർജി, ടെമ്പറൻസ്, ഫുൾ കാർഡ്, വീൽ എനർജി. അപ്പോൾ അത്രയും സ്ട്രോങ് ആയിട്ടുള്ള എനർജീസാണ് നമുക്കിവിടെ ആ ഒരു പേഴ്സൻ്റെ ഒരു പാസ്റ്റ് എനർജി നോക്കുമ്പോൾ കിട്ടുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് തന്നെ മനസ്സിലായിട്ടുണ്ടാവാം ഇത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ പാസ്റ്റ് ആയിരുന്നോ, ഈ ഒരു പേഴ്സണായിട്ട് ഇത്രയും ഇനിഷ്യേറ്റീവ് എടുത്ത് വന്നിരുന്നു, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ഒന്ന് പുറകിലേക്ക് വലിഞ്ഞത് ശരിയാവോ എന്ന് സംശയിച്ചു കഴിഞ്ഞാൽ പോലും ഈ ഒരു പേഴ്സൺ ആയിരിക്കാം ഇതിനകത്ത് മുൻകൈ എടുത്തിട്ടുണ്ടാവുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ആ ഒരു പാസ്റ്റ് സ്റ്റേജ് നോക്കുമ്പോൾ അത്രയേറെ സ്നേഹം, ഇമോഷൻസ് അല്ലെങ്കിൽ വാരിക്കോരി സ്നേഹം തന്നിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കണം ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്നത്. അത്രയേറെ ഒരു ആത്മബന്ധം തോന്നുന്നു, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പകരം ആരെ ആ ഒരു പ്ലേസിൽ വെക്കാൻ കഴിയാത്ത രീതിയിലൊക്കെ ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് എൻഗേജ്ഡ് ആയിട്ട് നിൽക്കുന്ന വ്യക്തി എന്ന് പറയുമ്പോൾ അത്രയേറെ ഈ ഒരു പേഴ്സൺ നിങ്ങളെ സ്നേഹിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് ഈ ഒരു പേഴ്സൺ നിങ്ങളോടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് എന്താണ്, ഈ പഴയ ഒരു
നിങ്ങൾ ലക്കാണ്, അല്ലാന്നുണ്ടെങ്കിൽ ലൈഫിൽ വന്നൊരു ടേണിംഗ് പോയിന്റ് ആണ്, ഒരു ഹോപ്പ് ആണെന്നൊക്കെ നമ്മളിവിടെ കണ്ടതുപോലെ ആ ഒരു ആറ്റിറ്റ്യൂഡൊക്കെ ഇപ്പോഴും ഉണ്ടോ, അല്ലെങ്കിൽ അത് ചേഞ്ച് ആയിട്ടുണ്ടോ എന്നുള്ളത് നമുക്കറിയാം. അപ്പം നമ്മൾ പ്രസൻ്റ്ലി ഉള്ള കാര്യമാണ് നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, 3 of Wands, Hierophant energy, World, Ace of Pentacles, 2 of Swords, 7 of Pentacles, Sun, 5 of Wands, Hermit, 9 of Swords, Devil, 9 of Wands, 6 of Wands and one more, 4 of Cups. ഇനി നമ്മൾ കറൻ്റ്ലി ഉള്ള സ്പ്രെഡിലേക്ക് വരുമ്പോൾ ഇവിടെ നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ആ ഒരു പാസ്റ്റിൽ ഈ ഒരു വ്യക്തിക്ക് നിങ്ങളോട് അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിനോട് ഉണ്ടായിരുന്ന ഒരു ആറ്റിറ്റ്യൂഡ് എന്താണോ അതിനകത്ത് ഒരു പരിധി വരെ ചേഞ്ചസ് കടന്നു വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ദാറ്റ് മീൻസ് നിങ്ങളുടെ ആ ഒരു സുവർണ കാലഘട്ടം ചിലപ്പോൾ ഇപ്പോൾ റിലേഷൻഷിപ്പിനകത്ത് അസ്തമിച്ചിട്ടുണ്ടാവും. നമ്മൾ നേരത്തെ നോക്കിയപ്പോൾ കണ്ടതെന്ന് പറയുന്നത് ചിലപ്പോൾ നിങ്ങളുടെ ലൈഫിലെ തന്നെ അത്രയും ഹാപ്പിയസ്റ്റ് മൂമെൻറ്റ്സ് എവർ എന്ന് പറയുന്ന പോലെയുള്ള സംഗതിയായിരിക്കും. അപ്പോൾ ആ ഒരു സൈക്കിൾ അല്ലെങ്കിൽ ആ ഒരു ജേണി അവസാനിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ആ ഒരു ചാപ്റ്റർ എൻഡ് ആയിട്ടുണ്ടാവാം. വീണ്ടും ഒരു ന്യൂ ബിഗിനിങ് എന്നുള്ളൊരു രീതിയിൽ ഇതിനകത്തൊരു മാറ്റം വന്നിട്ടുണ്ടാവാം. നിങ്ങൾക്ക് പോലും തോന്നിയിട്ടുണ്ടാവും, നിങ്ങൾ ചിലപ്പോൾ വെയിറ്റ് ചെയ്തിരിക്കുന്നത് ആ ഒരു പഴയ കാലഘട്ടത്തിന് വേണ്ടി, ഈ ഒരു പേഴ്സണ് പണ്ട് നിങ്ങളോട് ഉണ്ടായിരുന്ന ഇഷ്ടം, സ്നേഹം, താല്പര്യം എന്തൊക്കെയാണോ ഉണ്ടായിരുന്നത് ആ പറഞ്ഞ സാധനങ്ങൾ ഇപ്പോൾ നിങ്ങൾക്ക് തിരിച്ചു കിട്ടണം എന്നുള്ളതായിരിക്കാം നിങ്ങളുടെ പ്രാർത്ഥന. കാരണം കറൻലി നമ്മൾ നോക്കുമ്പോൾ ഇതിനകത്ത് ഓൺ ആൻഡ് ഓഫ് എന്നുള്ള രീതിയിൽ ഈ ഒരു സിറ്റുവേഷൻ മാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു സെപ്പറേഷൻ കാര്യങ്ങളിലൊക്കെ നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് ചിലപ്പോൾ ഒരു റീകൺസിലിയേഷനൊക്കെ കിട്ടിയിട്ടുണ്ടാവാം. പക്ഷേ എന്നാലും അതിനകത്തുള്ള ഒരു സ്റ്റെബിലിറ്റിയൊക്കെ നഷ്ടപ്പെട്ടു പോയതായിട്ട് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഇപ്പോൾ നേരത്തെ ഈ ഒരു വ്യക്തി നമ്മളവിടെ പറഞ്ഞു ചെറിയൊരു വഴക്കോ കാര്യം ഉണ്ടായി പോലും അത്രയും ഒരു നഷ്ടബോധം, വിഷമമൊക്കെ അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ പുറകെ വന്നിരുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഇപ്പോൾ ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ കുറച്ചൊരു ഹെഡ് വെയിറ്റ് ഇട്ട് ജാടായിട്ടിരിക്കുന്ന ഒരവസ്ഥ കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ റീകൺസിലിയേഷനോ കാര്യങ്ങളൊക്കെ ഒരു വഴക്കിന് ശേഷം കിട്ടിയിട്ടുണ്ടെങ്കിലും നല്ലതുപോലെ പോവാത്ത വ്യക്തികളുടെ ഒരു എനർജിയാണ് ഇതെന്ന് തന്നെ വേണമെങ്കിൽ നമുക്കിവിടെ പറയാം. ഇതിനകത്തൊരു ഹൈ അപ്പ് ആൻഡ് ലോ എനർജിയാണ് നമുക്ക് കയറി വന്നിരിക്കുന്നത്. ഒരു സ്റ്റേബിൾ ആയിട്ട് പോകുന്നില്ല. ഒരു വഴക്കോ കാര്യങ്ങളോ കഴിഞ്ഞ് അല്ലെങ്കിൽ ഒന്ന് സന്തോഷത്തിലായി കഴിഞ്ഞാൽ വീണ്ടും അത് ഒരു വഴക്കിലേക്ക് അല്ലെങ്കിൽ വിഷമത്തിലേക്ക് പോകുന്ന ഒരു എനർജി ഇവിടെ നമുക്ക് വളരെ സ്ട്രോങ് ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ നമുക്ക് സൺ എനർജി പോലെ അത്രയും പോസിറ്റീവ് ആയിട്ടുള്ള ഹൈ എനർജീസ് കാര്യങ്ങളൊക്കെ കയറി വന്നിട്ടുണ്ട്. ഒരു വഴക്കിന് ശേഷം ഈ ഒരു പേഴ്സണായിട്ട് ചിലപ്പോൾ എന്തെങ്കിലും ഓഫറോ കാര്യങ്ങളോ ഒക്കെ തന്ന് വീണ്ടും സാന്ത്വനിപ്പിച്ച് ഇതിനകത്തേക്ക് വന്നിട്ടുണ്ടെങ്കിലും അവരുടെ ഒരു ക്യാരക്ടറിന് ചേഞ്ച് വന്നു എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും. ചിലപ്പോൾ വഴക്കൊക്കെ മാറി നിങ്ങൾ കൂടിയിട്ടുണ്ടാവും, എങ്കിലും ഈ ഒരു പേഴ്സൺ പഴയതല്ല, എന്തൊക്കെയോ മാറ്റം വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ എന്തൊക്കെയോ ഈ ഒരു പേഴ്സണിൽ നഷ്ടമായതുപോലെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും. ആ ഒരു മിസ്സിങ് ഫീലിംഗ് നിങ്ങൾ ശരിക്കും അനുഭവിക്കുന്നുണ്ടാവാം. കാരണം നേരത്തെ അത്രയും നിങ്ങളെ സപ്പോർട്ട് ചെയ്ത്, അല്ലെങ്കിൽ നിങ്ങളില്ലെങ്കിൽ ഒരു ജീവിതം ഇല്ല എന്ന് പറഞ്ഞു തന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇവർ മൈൻഡ് ഗെയിം കളിക്കുന്ന പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാവാം. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ മിണ്ടാതിരിക്കുകയാണെന്നുണ്ടെങ്കിലും ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ അത് മൈൻഡ് ചെയ്യണമെന്നില്ല, ഹേർട്ട് ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ടാവാം. അങ്ങനെയുള്ള ഒരു എനർജി ഇവിടെ നമുക്ക് നല്ല രീതിയിൽ കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഈ ഒരു പേഴ്സണിൻ്റെ ഭാഗത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് ഇവിടെ കാണാം ഒരു കോൺഫ്ലിക്ട്സ് ഒക്കെ ഇതിനകത്ത് നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ പരസ്പരം ഓപ്പൺ കോൺവെർസേഷൻ നടക്കുന്നില്ല. അങ്ങനെയുള്ള ഒരു എനർജിയാണ് നമുക്ക് മെയിൻലി കാണുന്നത്. ഇവരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിലും ഇവിടെ നമ്മൾ കാണുന്നത് പോലെ തന്നെ ഒരു വിക്റ്റിമായിട്ട് ഈ ഒരു പേഴ്സൺ ചമയുന്നുണ്ട്. അതായത് എന്തൊക്കെയോ എനിക്ക് നഷ്ടപ്പെടുത്തി, അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ പാവമാണ് എന്നൊക്കെയുള്ള ഒരു എനർജിയാണ്. എന്നെ മനസ്സിലാക്കുന്നില്ല, എന്നെ വേദനിപ്പിക്കുന്നുണ്ട്, അങ്ങനെയൊക്കെയുള്ള ഒരു എനർജി ഇവിടെ നമുക്ക് നല്ലതുപോലെ കാണാം. നിങ്ങളായിട്ട് ഈ ഒരു പേഴ്സൺ ഒരു പെയിൻ കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവരെ മനസ്സിലാക്കുന്നില്ല. ഇവിടെ നമുക്ക് നോക്കുന്ന ആ ഒരു 9 of Swordsൻ്റെ എനർജി, ആ ഒരു പേഴ്സണ് വിഷമമുണ്ട് അല്ലെങ്കിൽ ദുഃഖമുണ്ട് എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ ചിലപ്പോൾ നോ കോൺടാക്റ്റിലായിരിക്കാം, ഒരു കൂടിച്ചേരലൊക്കെ ഉണ്ടെങ്കിലും വീണ്ടും നോ കോൺടാക്റ്റിലേക്ക് പോയൊരു സിറ്റുവേഷൻ ആയിരിക്കും. ഇവിടെ ഒരു വഴക്കോ കാര്യങ്ങളോ ഉണ്ടാവാം, അല്ലെങ്കിൽ ചിലപ്പോൾ
നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് മറ്റുള്ള വ്യക്തികളുടെ ഇൻവോൾവ്മെൻറ്റ് ഇതിനകത്ത് പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ടാവാം. നിങ്ങൾ രണ്ടുപേരും മാത്രം ഉണ്ടായിരുന്നപ്പോൾ അത്രയും നല്ലൊരു റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ മറ്റ് ചില വ്യക്തികളുടെ ഒരു കടന്നുവരവ് അല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടിയുടെ എൻട്രി ഒക്കെ വന്നതോടുകൂടി കാര്യങ്ങൾ മൊത്തം തകിടം മറിഞ്ഞു പോയിട്ടുണ്ടാവും. ഈ ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ ഒരു ചേഞ്ച് വന്നതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് ചിലപ്പോൾ അതായിരിക്കും. ഇവിടെ നമ്മൾ കണ്ടതുപോലെ ഒരു വിക്റ്റിമായിട്ടൊക്കെ ഈ ഒരു പേഴ്സൺ കാണിക്കുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങളെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കി എന്നുള്ള ഒരു രീതിയിലുള്ള ചിന്താഗതിയൊക്കെ നമുക്കിവിടെ കാണാം. അപ്പോൾ മറ്റൊരു തരത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ചില സമയത്ത് ഈ ഒരു പേഴ്സണ് ഇപ്പോൾ നിലവിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് വീണ്ടും തിരിച്ചു വേണം അല്ലെങ്കിൽ നല്ല രീതിയിൽ പോകണം എന്നുള്ളൊരു ആഗ്രഹവും കാര്യങ്ങളൊക്കെ ഉണ്ടായേക്കാം. ഇവിടെ നമ്മൾ കാണുന്നത് പോലെ സെൻ ഓഫ് പെൻറ്റക്കിൾസ് എനർജി, അതുപോലെ സൺ എനർജി, ഇങ്ങനെയൊക്കെയുള്ളൊരു കാര്യം പോലെ വളരെ സ്ട്രോങ് ആയിട്ട് ഇത് മുന്നോട്ട് കൊണ്ടുപോകണം. ഇത് പഴയതുപോലെ ആക്കിയെടുക്കണം, അല്ലെങ്കിൽ നല്ലൊരു ഫ്യൂച്ചറിലും നല്ലൊരു റിലേഷൻഷിപ്പായിട്ട് മാറണം, അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ ഒരു വെളിച്ചമായിട്ട് ഈ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാവണം എന്നുള്ള ഒരു ചിന്താഗതികളും കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. പക്ഷേ അറ്റ് ദ സെയിം ടൈം ഇവിടെ ഒരു കൺഫ്യൂഷനും നമുക്ക് കാണാം. അതായത് ഒരു ക്ലാരിറ്റി ഇല്ലായ്മ. ചില കാര്യങ്ങൾ ആലോചിക്കുമ്പോഴത്തേക്കും ഈ പറഞ്ഞതൊന്നും നടക്കൂലേ, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് നടന്നു കിട്ടാൻ ബുദ്ധിമുട്ടാണ്, കാര്യം നിങ്ങൾ മനസ്സിലാക്കുന്നില്ലല്ലോ, അങ്ങനെയൊക്കെയുള്ള ഒരു എനർജി. അതായത് അറ്റ് ദ സെയിം ടൈം ഒരു പോസിറ്റീവും നെഗറ്റീവും ഇതിനകത്ത് കടന്ന് കളിക്കുന്നുണ്ടാവാം. ഈ ഒരു പേഴ്സൺ ആ ഒരു സ്റ്റെബിലിറ്റി ചിലപ്പോൾ നഷ്ടപ്പെട്ടതുപോലെ നിങ്ങൾക്കും ഫീൽ ചെയ്തേക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പറഞ്ഞ പോലെ എന്തൊക്കെയോ ഒരു മാറ്റം ഈ ഒരു വ്യക്തിക്ക് വന്നു എന്ന് പറഞ്ഞതിൻ്റെ കാര്യം. പണ്ട് ഈ ഒരു പേഴ്സണ് അത്രയും ഒരു ക്ലാരിറ്റി നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് ഉണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ എന്ത് തടസ്സം വന്നു കഴിഞ്ഞാലും ഞാൻ ഇതുമായിട്ട് മുന്നോട്ട് പോകുന്നുള്ള അത്രയും ഒരു മെൻ്റലി ഈ ഒരു പേഴ്സൺ സ്ട്രോങ് ആയിരുന്നെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു ചാഞ്ചാട്ടം ഉണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഒരു സംശയം, നല്ല നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെന്ന് വിചാരിക്കുമ്പോൾ തന്നെ ഇതിനകത്ത് നിങ്ങൾ തമ്മിൽ ചിലപ്പോൾ വഴക്കുകളോ അല്ലെങ്കിൽ തേർഡ് പാർട്ടി ഇൻഫ്ലുവൻസ് ഒക്കെ കാരണമായിരിക്കും ഒരു നമ്മൾ പറയുന്നത് പോലെ ഒരു ഇൻഡിസിഷൻ എനർജി, അല്ലെങ്കിൽ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ശരിയാവോ എന്നൊക്കെയുള്ള ഒരു സംശയവും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. ഈ ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞതുപോലെ പഴയ അത്ര ഒരു വില്ലിംഗ് ആയിട്ട് നിങ്ങളിലേക്ക് വരുന്നുണ്ടാവില്ല, ഒരു ജാടായിട്ട് നിൽക്കുന്ന പോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവാം. അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ വലിയ താല്പര്യം ഇല്ലാത്തൊരു മട്ട് കാണിക്കുന്നുണ്ടാവാം ചില സമയങ്ങളിലെങ്കിലും. ചിലപ്പോൾ നല്ല സ്നേഹം കാണിച്ചു കഴിഞ്ഞാലും ചിലപ്പോൾ ഈ പറഞ്ഞതുപോലെയുള്ള ഒരു എനർജി. അപ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുന്നില്ല എന്താണ് ഈ ഒരു പേഴ്സൺ ഉദ്ദേശിക്കുന്നത്. ചിലപ്പോൾ വളരെ സ്നേഹം കാണിക്കുന്നുണ്ട്, ചിലപ്പോൾ അത്രയും ഒരു നമ്മളെ വേണ്ടായിരുന്നു എന്നുള്ള രീതിയിലുള്ള ഒരു പെരുമാറ്റം ഉണ്ടാവാം. അപ്പം അങ്ങനെയുള്ള ഒരു രീതിയിൽ നിങ്ങളെ ചിലപ്പോൾ ഈ ഒരു വ്യക്തി ഇട്ട് കറക്കുന്നുണ്ടാവാം. നിങ്ങൾ ചിലപ്പോൾ ഏതെങ്കിലും കാര്യങ്ങളിൽ കൺട്രോളിംഗ് ഒക്കെയാണ്, അല്ലെങ്കിൽ ഒരു നിയന്ത്രണമൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട്, ചില കാര്യങ്ങൾ നിങ്ങൾ ചോദിക്കുന്നുണ്ട്, അതിന് ഇവർക്ക് ആൻസർ ഇല്ല, അങ്ങനെയുള്ളൊരു സിറ്റുവേഷനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇവരെ നിയന്ത്രിക്കുന്നു, അല്ലെങ്കിൽ ഇവരെ നിങ്ങൾ ഹോൾഡ് ചെയ്ത് നിർത്താനായിട്ട് ശ്രമിക്കുന്നുണ്ട്, അവർക്കൊരു ഫ്രീഡം കൊടുക്കുന്നില്ല എന്നുള്ളൊരു ചിന്താഗതിയൊക്കെ ഈ ഒരു പേഴ്സൺ ഉണ്ടാവാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളിവിടെ പറഞ്ഞതുപോലെ ഒരു കൺഫ്യൂസ്ഡ് മൈൻഡ് കാര്യങ്ങളൊക്കെ ഈ ഒരു വ്യക്തിക്ക് തന്നെ തോന്നുമ്പോഴാണ് അവർ സ്വയം ഒരു വിക്റ്റിമായിട്ടൊക്കെ ഇവിടെ മാറുന്ന ആ ഒരു എനർജി നമുക്ക് കാണാൻ കഴിയുന്നത്. അല്ലാത്ത സമയത്ത് ഓക്കെ ആയിട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഈ പറഞ്ഞതുപോലെയുള്ള ഒരു ഫ്ലക്ച്വേഷൻ ഇതിനകത്ത് നടക്കുന്നുണ്ട്, ഒരു സ്റ്റെബിലിറ്റി ഇല്ല. നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഒരു സുവർണ്ണ കാലഘട്ടം ഏകദേശം ഒന്ന് കഴിഞ്ഞ് ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ഒരു ഓൺ ആൻഡ് ഓഫ് എന്നുള്ള രീതിയിലോ അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു സ്മൂത്ത്നെസ് ഇല്ലാതെ പോകുന്ന ഒരു അവസ്ഥയാണ് നിലവിൽ കാണുന്നതും. ഈ ഒരു വ്യക്തിയുടെ നമ്മൾ ഉള്ളിൻ്റെ ഉള്ളിൽ നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും റിലേഷൻഷിപ്പ് വേണം എന്ന് വിചാരിക്കുന്ന പേഴ്സണാണ്. അതിൽ സംശയമൊന്നുമില്ല. എന്തോരം തടസ്സങ്ങളും കാര്യങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിലും മുന്നോട്ട് പോകണം, താഴെ ഇട്ട് കളയില്ല എന്നുള്ളൊരു എനർജി നമുക്ക് കാണാം. തടസ്സങ്ങളുണ്ടെങ്കിൽ ആ ഒരു തടസ്സങ്ങൾ മാറ്റി നിർത്തി മുന്നിലേക്ക് പോകാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ അതേസമയം തന്നെ ചില സ്റ്റക്നെസ്സും കാര്യങ്ങളും വരുന്നുണ്ട്. അത് നമ്മൾ പറഞ്ഞ പോലെ ഒരു തേർഡ് പാർട്ടി എനർജി ഇൻവോൾവ്മെൻറ്റോ കാര്യങ്ങളൊക്കെ കൊണ്ട് സംഭവിച്ചതായിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സണടുത്ത് നമ്മളുടെ ഒരു റിലേഷൻഷിപ്പ് പോകെ പോകെ എല്ലാവർക്കും അതിനകത്ത് കുറച്ചും കൂടി ഒരു സ്വാതന്ത്ര്യം അല്ലെങ്കിൽ ഇൻവോൾവ്മെൻ്റ് ഒക്കെ കയറി വരും. അല്ലെങ്കിൽ പഴയതുപോലെ ആയിരിക്കില്ല, ഒന്നുകൂടി ഒരു കൺട്രോളിങ്ങോ കാര്യങ്ങളൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഈ ഒരു പേഴ്സൺ ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളത് നമുക്കിവിടെ വ്യക്തമാണ്. എങ്കിലും റിലേഷൻഷിപ്പ് വിട്ട് കളയാനായിട്ട് മനസ്സുകൊണ്ട് ആഗ്രഹിക്കാത്ത ഒരു വ്യക്തിയുടെ എനർജിയാണ്. പക്ഷേ ആ ഒരു പഴയ ഒരു സ്മൂത്ത്നെസ് ഇതിനകത്തില്ല, അല്ലെങ്കിൽ അത് നഷ്ടപ്പെട്ടു പോയി എന്ന് തന്നെ പറയേണ്ടതായിട്ട് വരും. അപ്പോൾ നമ്മളിവിടെ പാസ്റ്റിലുള്ള എനർജിയും ഇപ്പോഴുള്ള ഒരു എനർജിയും കൂടി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ പാസ്റ്റിൽ നിങ്ങൾ തലയിലെടുത്ത് വെച്ച് നടന്നുകൊണ്ടിരുന്ന ഒരു വ്യക്തിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കുറച്ചൊരു ഗഡ്സൊക്കെ ഇട്ട് അല്ലെങ്കിൽ ജാടയൊക്കെ ഇട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. കുറച്ച് കുറ്റങ്ങൾ നിങ്ങളുടെ മേൽ ചാരാൻ നോക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവരൊരു പാവമാണെന്ന് സ്ഥാപിക്കാനായിട്ട് നോക്കുന്ന അവസ്ഥയൊക്കെ കാണാം. എങ്കിലും ഇത് ഉപേക്ഷിച്ച് കളയണമെന്നോ അങ്ങനെയുള്ള ഒരു എനർജി ഒന്നും ഈ ഒരു പേഴ്സൺ ഇല്ല. ഒന്ന് കൺഫ്യൂസ്ഡ് ആവുന്നുണ്ട്. ചിലപ്പോൾ തേർഡ് പാർട്ടി ഇൻവോൾവ്മെൻറ്റും കൂടി ഉള്ളതുകൊണ്ടായിരിക്കാം ആ ഒരു കൺഫ്യൂഷനും കാര്യങ്ങളൊക്കെ കടന്നു വരുന്നത്. എങ്കിലും ആ ഒരു പഴയ രീതിയിൽ നിങ്ങളെ പാമ്പർ ചെയ്തുകൊണ്ട് നടക്കുന്ന ആ ഒരു എനർജി ഇതിനകത്ത് നിന്ന് നഷ്ടപ്പെട്ട് പോയിട്ടുണ്ട്, അല്ലെങ്കിൽ നിലവിൽ അത് ഇല്ല എന്നുള്ളത് തന്നെ നമുക്കിവിടെ കാണേണ്ടതായിട്ട് കാണുന്നുണ്ട്. അതിന് മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ചിലപ്പോൾ ഇതിനകത്ത് ഓവർ ഇൻവോൾവ്മെൻ്റ് ആയതുകൊണ്ട്, അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി ഇല്ലാതെ നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയില്ല എന്ന് ഇവർക്ക് മനസ്സിലായത് കൊണ്ട് ഇപ്പോൾ ഈ ഒരു പേഴ്സൺ ഇങ്ങനെ ഹെഡ് വെയിറ്റ് ആയിട്ട് കാണിക്കുന്നതായിരിക്കും. പാസ്റ്റിൽ ചിലപ്പോൾ നിങ്ങൾ ഇതിനകത്ത്
അവരുടെ ഒപ്പം സപ്പോർട്ട് ചെയ്ത് നിൽക്കും, അല്ലെങ്കിൽ നിങ്ങൾ എത്രത്തോളം ഈ ഒരു പേഴ്സണെ സ്നേഹിക്കും എന്നുള്ള ഒരു ഐഡിയ ഒന്നും അവർക്ക് ഉണ്ടാവണമെന്നില്ല. അവരായിരുന്നു എല്ലാം നിങ്ങൾക്ക് തന്നുകൊണ്ടിരുന്നത്. നിങ്ങൾ ചിലപ്പോൾ അതിൻ്റെ 10 ഇരട്ടിയായിട്ട് തിരിച്ചു കൊടുത്തപ്പോൾ ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ മനസ്സിലായിട്ടുണ്ടാവാം നിങ്ങൾ സ്ട്രോങ് ആണ്, നിങ്ങൾ എവിടെയും പോകാൻ പോകുന്നില്ല, അല്ലെങ്കിൽ അവർ വിചാരിച്ചതിനേക്കാളും സ്ട്രോങ് ആയിട്ട് ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾ മുറുകെ പിടിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ അവർക്കൊരു വാല്യൂ കൊടുക്കുന്നുണ്ട് എന്നുള്ളൊരു തിരിച്ചറിവ് അവർക്ക് ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ ഒരു ജാടയും കൂടി ഉണ്ട് എന്ന് വേണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ പറയാം. എന്തായാലും ഇപ്പോഴത്തെ ഒരു എനർജി ഇങ്ങനെയാണ്. റീകൺസിലേഷൻ ഒക്കെ കിട്ടിയവരാണെന്നുണ്ടെങ്കിലും അങ്ങനെ സ്റ്റേബിളായിട്ട് പോകണമെന്നുണ്ടാവില്ല. വീണ്ടും അതിനകത്ത് തട്ടും മുട്ടും പ്രശ്നങ്ങളൊക്കെ ഉള്ളതായിട്ടാണ് നിലവിലത്തെ എനർജി കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇത് നിങ്ങളുടെ റീഡിംഗ് ആണോ, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി സിറ്റുവേഷൻ ആയിട്ടൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിൽ ഒരു ഫേസ് കഴിഞ്ഞ് ഒരു അടുത്ത ഫേസിൻ്റെ ഒരു എൻട്രി പോലെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ പറഞ്ഞ സിറ്റുവേഷനും കാര്യങ്ങൾക്കും എല്ലാം മാറ്റം ഉണ്ടാവും. എപ്പോഴും എല്ലാ കാര്യങ്ങളും ഒരേപോലെ പോവില്ല. അപ്പോൾ ഇപ്പോഴുള്ള പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ സൗന്ദര്യ പിണക്കങ്ങൾ, അല്ലെങ്കിൽ ആ ചെറിയ സെപ്പറേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മാറിയിട്ട് ഒരു സ്ട്രോങ് റീകൺസിലേഷൻ അല്ലെങ്കിൽ സ്ട്രോങ് ബോണ്ടിങ് ആയിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പ് അങ്ങനെ നിലനിർത്തി തരാനായിട്ട് യൂണിവേഴ്സിനോട് നിങ്ങൾ പ്രാർത്ഥിക്കുക, യൂണിവേഴ്സിനോട് നിങ്ങൾ ക്ലെയിം ചെയ്യുക. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.